നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ദേശീയ പണിമുടക്ക് തൊടുപുഴയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ബാങ്കുകളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല. ബസ് ഗതാഗതവും മുടങ്ങി. UDF കഞ്ഞിക്കുഴി പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഡിസ്ട്രിക്ട് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നീതി മെഡിക്കൽ സ്റ്റോർ ചെറുതോണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വൈസ് പ്രസിഡന്റ് PS സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരത്തിൽ ഫുട്പാത്തുകൾ വ്യാപകമായി കയ്യേറി കച്ചവടം നടത്തുന്നതായി പരാതി. വഴിയോര കച്ചവടത്തിന്റെ മറവിൽ റോഡുകളും കയ്യേറിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് M ജോസ് വിഭാഗം നേതാവ് പ്രൊഫസർ KA ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയ പണിമുടക്ക് തൊടുപുഴയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ബാങ്കുകളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല. ബസ് ഗതാഗതവും മുടങ്ങി. പണിമുടക്ക് അനുകൂലികൾ തൊടുപുഴയിൽ പ്രകടനം നടത്തി. AITUC നേതാവ് PP ജോയ് അധ്യക്ഷത വഹിച്ചു. CITU നേതാവ് KV ജോയ് ഉദ്ഘാടനം ചെയ്തു. KMN അനിൽ, ബാബു മഞ്ഞളൂർ, AS ജയൻ, K പൃഷുകുമാർ, D ബിനിൽ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ റെയിൽവേ എയർപോർട്ട് നമ്മുടെ നാടിൻ പ്രതിരോധം. ലോകത്തെ ആകെ വിഷമത്തിലാക്കിയിട്ടുള്ള ആ കോവിഡ് പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെയും ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തൊഴിലാളികളെയും പാവപ്പെട്ടവരെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. പക്ഷേ ആ കോവിഡ് പ്രതിസന്ധി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം തൊഴിലാളികളുടെയും കൃഷിക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും അവകാശങ്ങൾ ഹരിച്ചുകൊണ്ട് ഇന്ത്യയിലെ കുത്തകകൾക്ക് അവരുടെ താല്പര്യം സംരക്ഷിച്ചു കൊടുക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ അണിയറയിലിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ BJP ഗവൺമെൻറ്റിൻ്റെ ആ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളികളെയും കൃഷിക്കാരെയും അധ്വാനിക്കുന്ന ജീവനക്കാരെയും ഒക്കെ വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുക. ഞാൻ വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ 20ാമത്തെ പണിമുടക്ക് നടക്കുമ്പോൾ 19ാമത്തെ പണിമുടക്കിൽ നമുക്കറിയാം ഇന്ത്യയിലെ കാർഷിക മേഖലയിലടക്കം പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഏകദേശ കണക്ക് എന്ന് പറയുന്നത് 56 കോടി വരുമെങ്കിൽ 19ാമത്തെ പണിമുടക്കിൽ 30 കോടിയിലധികം തൊഴിലാളികൾ പണിമുടക്കിയിട്ടുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളിൽ വലിയൊരു ജനവിഭാഗം തങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പണിമുടക്കിനെ ഇന്ത്യയിലെ ഭരണകൂടം വളരെ ദൃഷ്ടിയോടുകൂടിയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെങ്കിൽ ഈ രാജ്യത്തെ തൊഴിലാളി വർഗങ്ങൾ മാത്രമല്ല, കൃഷിക്കാരും മറ്റ് അധ്വാനിക്കുന്നവരും ജീവനക്കാരും അടക്കമുള്ളവർ ഈ രാജ്യത്ത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക്, വലിയൊരു പോരാട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ വർഷം തന്നെ 2ാമത്തെ പൊതുപണിമുടക്ക് നടത്തുവാൻ നമ്മൾ നിർബന്ധിതരായിട്ടുള്ളത്. പൈപ്പ് പൊട്ടി ജലം പാഴായ സംഭവത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെട്ടതോടെ പ്രശ്നം പരിഹാരമായി. തൊടുപുഴയിലാണ് സംഭവം.
തൊടുപുഴ റോയൽ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ മാസങ്ങളായി 3 ഇടങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴായിക്കൊണ്ടിരിക്കുന്നു. ഇടുക്കി റോഡിലും വൈറ്റാട്ടിൽ ടോബി തോമസിന്റെ വീടിന് മുന്നിലും മത്സ്യമാർക്കറ്റ് റോഡിന് മുകളിലായുമായിരുന്നു പൈപ്പ് പൊട്ടിയത്. നിരവധി തവണ ജല അതോറിറ്റിയിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം റോയൽ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ ഒരു പരാതി കൂടി നൽകുകയുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഫലമില്ല എന്ന് കണ്ടപ്പോൾ അസോസിയേഷൻ പരാതിയുമായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചു. ഇതേ തുടർന്ന് ലീഗൽ സർവീസ് അതോറിറ്റി വാട്ടർ അതോറിറ്റിക്ക് നോട്ടീസ് നൽകി. 25-ാം തീയതി അതോറിറ്റിക്ക് മുമ്പിൽ ഹാജരാകുവാനായിരുന്നു നോട്ടീസ്. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ തിരക്കിട്ട് തകരാറുകൾ പരിഹരിക്കുകയായിരുന്നു. റെസിഡൻസ് അസോസിയേഷൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ പ്രശ്ന പരിഹാരമാകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. കാളവണ്ടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിർത്തി ഗ്രാമങ്ങളിൽ കൗതുക കാഴ്ചയാണ്. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട് അതിർത്തിയായ കമ്പംമെട്ടിൽ കാളവണ്ടികളുടെ മണികിലക്കം മുഴങ്ങുന്നത്. കാളവണ്ടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിർത്തി ഗ്രാമങ്ങളിൽ കൗതുക കാഴ്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉഷാറാക്കാൻ കമ്പംമെട്ടിൽ 2 കാളവണ്ടികൾ തയ്യാറായി. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട് അതിർത്തിയായ കമ്പംമെട്ടിൽ കാളവണ്ടികളുടെ മണിക്കിലുക്കം മുഴങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 2 കാളവണ്ടികളാണ് നിരത്തിലിറങ്ങുന്നത്. ചേറ്റുകുഴിയിൽ കാവിൽ ജോസിന്റെയും റിന്റുവിന്റെയും കാളവണ്ടികൾ പ്രചാരണത്തിനായി സ്ഥാനാർത്ഥികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇലക്ഷന്റെ തിരക്കായതുകൊണ്ട് വിളിക്കുന്നുണ്ട്. പോകാനായിട്ട് സ്ഥാനാർത്ഥികൾ കാളവണ്ടി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. മുൻപ് ഇവിടെ 6 കാളവണ്ടികൾ ഉണ്ടായിരുന്നു. വീണ്ടും തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ നിന്ന് കാളകളെയും പാലക്കാട്ട് നിന്ന് കാളവണ്ടികളും എത്തിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വേറിട്ട പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾ അവസരമൊരുക്കുന്നത്. പഴയകാല ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് പഴയ കാളവണ്ടി യുഗത്തിലേക്ക് പോയിക്കൊണ്ട് പുതുമയാർന്നൊരു പ്രചരണ രീതിയാണ് ഇപ്പോൾ നമ്മൾ അവലംബിക്കുന്നത്. വീണ്ടും തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ നിന്നും കാളകളെയും പാലക്കാട്ട് നിന്ന് കാളവണ്ടികളും എത്തിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വേറിട്ട പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നത്. UDF കഞ്ഞിക്കുഴി പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പിണറായിയുടെ 4.5 വർഷത്തെ ഭരണം പണമുണ്ടാക്കുവാനും അഴിമതി നടത്തുവാനും മാത്രമായിരുന്നു എന്ന് PJ ജോസഫ് MLA. UDF കഞ്ഞിക്കുഴി പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കഞ്ഞിക്കുഴിയിൽ സംസാരിക്കുകയായിരുന്നു PJ ജോസഫ്. പിണറായി സർക്കാർ ഒരു കാര്യത്തിലാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. എങ്ങനെയും പണം ഉണ്ടാകും, അഴിമതി നടത്തും, സ്വർണ്ണ കള്ളക്കടത്താൻ പോയിട്ടുണ്ടെങ്കിലും നയതന്ത്ര ചാനൽ വഴി സ്വർണം വളർന്നു. ഇനി ആരും പരിശോധിക്കുക, ഒരാളും പരിശോധിക്കുക സ്വർണ്ണം കൊണ്ടുപോകും. പിന്നെ സ്വർണത്തിന്റെ കൂടെ ഖുർആൻ ഒരു മന്ത്രി തന്നെ നേതൃത്വം കൊടുക്കും. ഖുർആനിന്റെ കൂടെ സ്വർണ്ണം, ഖുർആൻ വണ്ടിയുമായി ഇവിടുന്ന് പോവുകയാണ്. ഓരോ സ്ഥലത്ത് ഇറക്കാൻ പോവുകയാണ്, സ്വർണ്ണം ഇറക്കിയിട്ട് പോവുകയാണ്. ശിവശങ്കർ ഇപ്പോൾ കുറെ നാളായിട്ട് UDF പഞ്ചായത്ത് ചെയർമാൻ ശശി കണ്യാലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി ആഗസ്തി എഴുകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കിസാൻ ജനത ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കേരള കോൺഗ്രസിൽ ചേർന്ന ഷാജി ചിലമ്പനെയും 50ഓളം പ്രവർത്തകരെയും PJ ജോസഫ് MLA ഹാരമണിയിച്ച് സ്വീകരിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ മത്സരിക്കുന്ന 18 സ്ഥാനാർത്ഥികളുടെയും 3 ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെയും മുള്ളരിങ്ങാട് ഡിവിഷൻ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈനി റെജിയുടെയും വിജയത്തിനായി UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാൻ UDF അണികൾക്ക് നിർദ്ദേശം നൽകി. KTUC ജില്ലാ പ്രസിഡന്റ് വർഗീസ് സക്കറിയ, ജോസ് സൂരക്കാട്ടിൽ, വിൽസൺ കല്ലെടുക്കൽ, PD ശോശാമ്മ, PK മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭയിലെ 26-ാം വാർഡിൽ മെജോ കളപ്പുറത്ത് എന്ന മൈക്കിൾ K വർഗീസ് സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഈ വാർഡിൽ ജനിച്ചു വളർന്ന മെജോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേതാവായിരുന്ന അവധ് ചേട്ടന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിച്ച് വന്നയാളാണ്.
യശശരീരനായ TJ ജോസഫ് എന്ന ഔദച്ചേട്ടന്റെ ഓർമ്മകൾ ജ്വലിക്കുന്ന തൊടുപുഴ നഗരസഭയിലെ 26-ാം വാർഡിൽ എന്നും അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിന്ന മെജോ എന്ന മൈക്കിൾ കെ വർഗീസ് സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഈ വാർഡിൽ ജനിച്ചു വളർന്ന മെജോ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഔദച്ചേട്ടന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ ഏതു സമയത്തും സേവനരംഗത്ത് ഉണ്ടാകുമെന്ന വാഗ്ദാനത്തോടെയാണ് മെജോ ജനങ്ങളെ സമീപിക്കുന്നത്. റോഡുകളുടെ നിർമ്മാണം, കുടിവെള്ളം, പാർപ്പിട പ്രശ്നങ്ങൾ, വിവിധ പെൻഷൻ പദ്ധതികൾ, വൺ ഇന്ത്യ വൺ പെൻഷൻ ഉൾപ്പെടെയുള്ള വാർഡിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ സഫലീകരിക്കുവാൻ ഒപ്പമുണ്ടാകുമെന്നും മെജോ കുളപ്പുറത്ത് പറഞ്ഞു. തൊഴിൽ നഗരസഭയിൽ 26-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കാർ അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. നഗരസഭയുടെ മുൻ ചെയർമാൻ ഔദച്ചേട്ടൻ്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാർഡിൻ്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുമെന്നും ഔദച്ചേട്ടൻ തുടങ്ങി വെച്ച എല്ലാ സംരംഭങ്ങളും വീണ്ടും തുടരുമെന്നും നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. ചെറുപ്പകാലം മുതൽ ഔദച്ചേട്ടൻ്റെ കൂടെ നടന്ന് ഉള്ള പ്രവർത്തന പരിചയമാണ് ജനങ്ങളെ സേവിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. അധ്വാനശീലനായ മൈക്കിൾ വിവിധ ജോലികൾ ചെയ്ത ശേഷമാണ് സാമൂഹിക പ്രവർത്തനവും നടത്തുന്നത്. രാവിലെ പശുക്കളുടെ പരിപാലനം. നല്ലൊരു ക്ഷീര കർഷകനാണ് സ്ഥാനാർത്ഥി. കൂടാതെ കൃഷി കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നു. സ്വന്തമായി നടത്തുന്ന വർക്ക്ഷോപ്പിലെ ജോലികളിലും ഏർപ്പെടുന്നു. തൊടുപുഴക്കാർക്ക് ഏറെ ഇഷ്ടമുള്ള കാർ വർക്ക്ഷോപ്പാണ് മെജോയുടേത്. മെക്കാനിക് എന്ന നിലയിൽ സേവന സന്നദ്ധനാണ് ഈ യുവാവ്. അമിത ചാർജുകൾ ഒന്നും വാങ്ങാതെ സാധാരണക്കാർക്ക് സമീപിക്കാവുന്ന വർക്ക്ഷോപ്പ് എന്ന മേലൊപ്പം മെജോയുടെ കാർ വർക്ക്ഷോപ്പിനുണ്ട്. കൂടാതെ തൊടുപുഴ ടൗൺ പള്ളിയുമായുള്ള കാര്യങ്ങളിലും സജീവമാണ് ഈ യുവാവ്. വാർഡിലെ ജനങ്ങളുമായി വർഷങ്ങളുടെ അടുപ്പമുള്ള മെജോ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ്. CPM പ്രവർത്തകൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. മുട്ടം ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിൽ മത്സരിക്കുന്ന രതീഷ് തങ്കപ്പനാണ് പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയത്. യുവത്വം നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് CPM യുവാക്കൾക്ക് അവസരം കൊടുത്തപ്പോൾ മുട്ടം പഞ്ചായത്തിൽ മാത്രം അവസരം നൽകുന്നില്ല എന്നാരോപിച്ചാണ് രതീഷ് പാർട്ടി സ്ഥാനം രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയത്. കേരളത്തിലെമ്പാടും LDF ഗവൺമെൻറ്റിൻ്റെ എല്ലാ സീറ്റുകളിലേക്കും യുവത്വം നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെമ്പാടും മത്സരിക്കുന്നത് 30-നും 20-നും അല്ലെങ്കിൽ 30-നും 35-നും ഇടയ്ക്കുള്ള യുവജനങ്ങളാണ്. എന്നാൽ ഇടുക്കി ജില്ലയിലെ മുട്ടം പഞ്ചായത്തിൽ മാത്രം യുവജനങ്ങളെ അണിനിരത്താതെ അവർക്ക് അവരുടെ സാധ്യതകൾ വിനിയോഗിക്കാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് കച്ചവടവും എന്താ പറയണേ അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് ഒരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന രീതിയിലേക്കാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ യുവാക്കളെ ഈ പാർട്ടിയിൽ നിന്നും വിട്ടുപോകാനും മാറി നിൽക്കാനും ഒക്കെ ഉള്ള കാരണം. അതിൻ്റെ ഒരു കാരണം അത് അവരോടുള്ള ഒരു യുവത്വത്തിന് സീറ്റ് നൽകാത്തതിനുള്ളൊരു പ്രതിഷേധം മൂലം ആ പ്രതിഷേധം പാർട്ടിയെ അറിയിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഞാനിന്ന് CPM നിന്ന് രാജിവെച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 3-ാം വാർഡിൽ മത്സരിക്കുന്നത്. തൊടുപുഴ നഗരസഭയിലെ 11-12 വാർഡുകളിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാനാർത്ഥികളായ TJ ജോസഫ്, ജോഷി മാണി, UDF നേതാക്കളായ റോയി ലൂക്ക്, നിസാർ പഴേരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴ നഗരസഭ 31-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജെസ്സി സേവറാണ്. മികച്ച അധ്യാപികയായ ജെസ്സി സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. തൊടുപുഴ നഗരസഭ 31-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജെസ്സി സേവ്യറാണ്. മികച്ച അധ്യാപികയായ ജെസ്സി സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്.
ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം, ബാലാവകാശ കമ്മീഷനിൽ പോക്സോ സെല്ലിന്റെ സീനിയർ ടെക്നിക്കൽ ഓഫീസർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സോഷ്യോളജിയിൽ എംഫിൽ, ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ അവകാശ നിയമത്തിൽ PG ഡിപ്ലോമ, കൗൺസിലിംഗിൽ ഡിപ്ലോമ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കിലയിൽ നിന്നും ബാലസൗഹൃദ തദ്ദേശ ഭരണത്തിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ജെസ്സി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഞാൻ ജെസ്സി സേവ്യർ, തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ 31-ാം വാർഡിൽ നിന്നും മുനിസിപ്പൽ കൗൺസിലിലേക്ക് മത്സരിക്കുന്നു. ഇവിടെ തൊടുപുഴയിൽ ഏറ്റവും ഉയരമുള്ള ഒരു പ്രദേശമാണ് ഈ കൊന്നയ്ക്കാമലപ്പാറ ഉൾപ്പെടുന്ന 31-ാം വാർഡ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള ലഭ്യതയാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വീണ്ടും അത് ആ കാര്യത്തിൽ തന്നെ ആയിരിക്കും പ്രയോറിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു മുൻഗണന കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ മറ്റെല്ലാ ഇവിടുത്തെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ചെണ്ടയടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വോട്ട് ചെയ്യണം. ചെണ്ടയാണ് അടയാളം കേട്ടോ. അപ്പം ചെണ്ട അടയാളം, ചെണ്ട ചെണ്ട ചെണ്ട. അപ്പം വാർഡിലെ ജനങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുമെന്ന് ജെസ്സി പറഞ്ഞു. ഇടുക്കി ഡിസ്ട്രിക്ട് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നീതി മെഡിക്കൽ സ്റ്റോർ ചെറുതോണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് PS സെബാസ്റ്റ്യൻ മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 15 വർഷങ്ങളായി സർക്കാർ ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും വിവിധ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ഇടുക്കി ഡിസ്ട്രിക്ട് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ സംരംഭത്തിന് ചെറുതോണിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചതോടുകൂടി പൊതുജനങ്ങൾക്കും സാധാരണക്കാരായ ആളുകൾക്കും കുറഞ്ഞ ചെലവിൽ എല്ലാവിധ ഇംഗ്ലീഷ്, ആയുർവേദ, വെറ്ററിനറി മരുന്നുകളും, ബേബി ഫുഡ് പ്രോഡക്റ്റുകളും, സ്ത്രീ സൗഹൃദ ഉൽപ്പന്നങ്ങളും, സർജിക്കൽ ആൻഡ് ആശുപത്രി ഉപകരണങ്ങളും ലഭ്യമാക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഹോം ഡെലിവറി സൗകര്യവും ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘം വൈസ് പ്രസിഡന്റ് PS സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. റെഡ് ക്രോസ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PJ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം AP ഉസ്മാൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് കുഴികണ്ടം, PM സതീശൻ, KM ജലാലുദ്ദീൻ, റോയി ജോസഫ്, സംഘം സെക്രട്ടറി ഷീന തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞാറിൽ ജീലാനി അനുസ്മരണവും ഉലമ സംഗമവും നടന്നു. കാഞ്ഞാർ മുസ്ലിം യുവജനവേദിയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. കാഞ്ഞാറിൽ ജീലാനി അനുസ്മരണവും ഉലമ സംഗമവും നടന്നു. കാഞ്ഞാർ മുസ്ലിം യുവജനവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ജീലാനി അനുസ്മരണവും ഉലമ സംഗമവും അലിയാർ മൗലവി അൽ കാസിമി ഉദ്ഘാടനം ചെയ്തു. പണം ഈ സമുദായത്തിൽ പണ്ടെന്നത്തേക്കാൾ കൂടുതലാണ്. എന്തിനാണ് ഈ സമുദായത്തിന് കുറവുള്ളത്? ഈ സമുദായത്തിനാണ് ഇന്ന് ലോകത്തെ ഏറ്റവും പണം. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാണെന്ന് ചോദിച്ചാൽ മുസ്ലിമാന്റെ പേരാണ് നമ്മൾ പറയുക. കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടിടമാരുടെയാന്ന് ചോദിച്ചാൽ മുസ്ലിമിന്റെ പേരാണ് നമ്മൾ പറയുക. ലോകത്തെ ഏറ്റവും വലിയ ആളോഹരി വരുമാനമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം രാജ്യത്തിന്റെ പേരാണ് നമ്മൾ പറയുക. ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ആരുടേതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം രാജ്യങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടത്തെ കുറിച്ച് പറയാം. നമുക്ക് പണത്തിന് കുറവില്ല. നമുക്ക് വലിയ മാനം മുട്ടി നിൽക്കുന്ന ടവറുകൾക്ക് കുറവൊന്നുമില്ല. നമുക്ക് രാഷ്ട്രങ്ങളുടെ എണ്ണത്തിലും കുറവൊന്നുമില്ല. നമുക്ക് വിദ്യാഭ്യാസത്തിലും കുറവില്ല. പണ്ടൊക്കെ പറയാറ് നമ്മുടെ കുറവ് വിദ്യാഭ്യാസത്തിലാണ്. ഇന്ന് കേരളത്തിലെ 100 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 40% മുസ്ലിങ്ങളുടെ കയ്യിലാണെന്നാണ്. മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഇപ്പൊ നമ്മുടെ കയ്യിലാണ്. പണ്ട് അതിലൊരു കുറവുണ്ടെന്ന് പറയുമായിരുന്നു, ഇപ്പൊ അതുമല്ല. അപ്പൊ നമുക്ക് ആരംഗത്തൊന്നും ഒരു കുറവില്ല. നമ്മളിപ്പോ വളരെ മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് നാം മുമ്പിലാണ്, നമ്മൾ എല്ലാ രംഗത്തും മുമ്പിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടല്ലോ, അല്ലെ? നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇന്ന് നമ്മൾ ആ മുമ്പിൽ? ഇതെല്ലാത്തിനും ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭൗതിക പരിഗണനയിൽ എല്ലാ രംഗത്തും നമ്മുടെ മുമ്പിൽ നിന്നിട്ടും ലോകത്ത് ഇസ്സത്തിന്റെ രംഗത്ത്, ബഹുമാന്യതയുടെ തലത്തിൽ, ആദരവിന്റെ രംഗത്ത് ഈ സമുദായം അങ്ങേയറ്റം ദുർബലമാണ്. MSM ബഷീർ മൗലവി അൽ കാഷിഫി അധ്യക്ഷത വഹിച്ചു. കബീർ ബാഖവി മുഖ്യപ്രഭാഷണവും ഇല്യാസ് മൗലാന അനുഗ്രഹ പ്രഭാഷണവും നടത്തി. മുഹമ്മദ് മുസ്ലിയാർ, അഷ്റഫ് അലി മൗലാനി, ഷുക്കൂർ മൗലവി എന്നിവർ പ്രഭാഷണം നടത്തി. തൊടുപുഴ നഗരത്തിൽ ഫുട്പാത്തുകൾ വ്യാപകമായി കയ്യേറി കച്ചവടം നടത്തുന്നതായി പരാതി. വഴിയോര കച്ചവടത്തിന്റെ മറവിൽ റോഡുകളും കയ്യേറിയിരിക്കുകയാണ്.
തൊടുപുഴ നഗരത്തിൽ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കുവാനായി വേർതിരിച്ചിട്ടിരിക്കുന്ന ഫുട്പാത്തുകൾ വ്യാപാര സ്ഥാപനങ്ങൾ കൈയടക്കി വിൽപ്പനയ്ക്കുള്ള വസ്തുക്കൾ റോഡിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു. കൂടാതെ വഴിയോര കച്ചവടത്തിന്റെ മറവിൽ റോഡിന് വീതിയുള്ള ഭാഗം മുഴുവൻ കച്ചവടക്കാർ കയ്യേറിയിരിക്കുകയാണ്. നഗരത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥലം കയ്യേറി സ്ഥിരമായി താൽക്കാലിക ഷെഡുകൾ കെട്ടിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ മറവിലാണ് വ്യാപക കയ്യേറ്റം. ഇതുമൂലം ഈ ഭാഗങ്ങളിൽ ഗതാഗത കുരുക്കും പതിവായിരിക്കുകയാണ്. നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും പരസ്പരം പഴി പറഞ്ഞ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്യുകയാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. മണക്കാട് വനിതാ സഹകരണ സംഘം നവീകരിച്ച കെട്ടിടത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മണക്കാട് പഞ്ചായത്ത്, തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 33, 34, 35 എന്നീ വാർഡുകളെയും വനിതകളെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘമാണിത്. നാളിതുവരെ സഹകരിച്ച എല്ലാ സഹകാരികളുടെയും നല്ലവരായ മണക്കാട് നിവാസികളുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നതായി സംഘം പ്രസിഡന്റ് രജനി രഞ്ജു, സംഘം സെക്രട്ടറി രാജേശ്വരി ബിജു എന്നിവർ അഭ്യർത്ഥിച്ചു. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം നേതാവ് പ്രൊഫസർ കെ ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള ഒരു ഫെഡറൽ ഭരണ വ്യവസ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളെ മൊത്തം സംരക്ഷിക്കേണ്ട, നോക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിനുമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ മാത്രമേ ഇന്ത്യയിൽ സമാധാനവും ഐക്യവും പുലരുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യ പോലെ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യം ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് നമുക്കറിയാം. ഇത്ര വൈവിധ്യപൂർണമായ ഈ രാജ്യത്തെ ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാതിരി കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളും പരിപാടികളും ഈ രാജ്യത്ത് തുടർന്നാൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും, ഈ ഐക്യവും അഖണ്ഡതയും കൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന വളർച്ചയും ലോകരാജ്യങ്ങളുടെ മുൻപന്തിയിലേക്ക് കടന്നു വരുന്നതിന് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ള ആ അവസ്ഥയുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്ന് ഇന്ത്യയെ സ്നേഹിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന, നാടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഇടതുപക്ഷം ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതുപോലൊരു സമരപരിപാടിക്ക് ഇടതുപക്ഷ മുന്നണി ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CPM നേതാവ് TR സോമൻ അധ്യക്ഷനായിരുന്നു. ഘടകകക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് റോയ് വാരികട്ട്, ഷാജി തെങ്ങമ്പള്ളി, സലീം, ശശികുമാർ, മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കിയുടെ മണ്ണ് പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങുന്നത് 3213 പേർ. ജില്ല, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണമാണ് ഇത്. തൊടുപുഴ, കട്ടപ്പന നഗരസഭകളിലെ 68 വാർഡുകളിലേക്ക് 242 പേരാണ് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് 16 ഡിവിഷനുകളായി 40 പേരും മത്സരിക്കാനെത്തും. 3 പ്രമുഖ മുന്നണികളെ കൂടാതെ കൂടുതൽ സ്വതന്ത്രരുടെ തള്ളിക്കയറ്റവും ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മത്സരിക്കാൻ പത്രിക നൽകിയ വട്ടവടയിൽ നിന്നുള്ള ഇടത് സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് എതിരാളികളില്ലാത്തത്. പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പേർ മത്സരിക്കുന്നത് വണ്ടിപ്പെരിയാറിലാണ്, 81 പേർ. തൊട്ടുപിന്നിൽ 80 പേർ മത്സരിക്കുന്ന അടുമാലിയാണ്. കുമ്മളിയിൽ 77 പേരും നെടുങ്കണ്ടത്ത് 75 പേരും മത്സര രംഗത്തുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ കട്ടപ്പനയിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ, 127 പേർ. ബ്ലോക്ക് പഞ്ചായത്തിൽ 48 പേർ മത്സരിക്കുന്ന ദേവികുളമാണ് മുന്നിൽ. അവസാന നിമിഷം വരെ കൊണ്ടുപിടിച്ച് ചർച്ച നടത്തിയിട്ടും വിമത ഭീഷണി ഒഴിവാക്കാൻ മുന്നണികൾക്കായിട്ടില്ല. ജില്ലയിൽ പലയിടത്തും മുന്നണികൾക്ക് വിമത ശല്യമുണ്ട്. UDF-നാണ് വിമതർ കൂടുതൽ. തൊടുപുഴ നഗരസഭയിലെ 3 വാർഡുകളിലാണ് UDF-ൽ വിമതരുള്ളത്. 3ാം തവണയും ജനവിധി തേടി മന്ത്രിപുത്രി. സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണിയുടെ മൂത്ത മകൾ സതി കുഞ്ഞുമോൻ ആണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി 3ാം തവണയും ജനവിധി തേടുന്നത്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുമ്പോൾ തുടർച്ചയായ മൂന്നാം തവണയും മത്സര രംഗത്ത് സജീവമായിരിക്കുകയാണ് സതി കുഞ്ഞുമോൻ. കഴിഞ്ഞ 5 വർഷക്കാലം രാജാക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്നു. കഴിഞ്ഞ 2 തവണയും 5-ാം വാർഡിൽ നിന്നും ജനവിധി തേടിയ സതി കുഞ്ഞുമോൻ ഈ തവണ 7-ാം വാർഡിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. UDF പാനലിൽ മത്സരിക്കുന്ന തോട്ടം തൊഴിലാളിയ അംബിക ഷാജിയാണ് എതിർ സ്ഥാനാർത്ഥി. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ കടുത്ത മത്സരം നടക്കുന്ന വാർഡ് കൂടിയാണിത്. ഇതിപ്പോൾ 3-ാം തവണയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആദ്യമേ NR-സിറ്റിയിൽ നിന്ന് 2 പ്രാവശ്യം, അതിനുശേഷം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ 7-ാം വാർഡ്, ഈ അടിവാരം വാർഡിൽ നിന്നാണ് ജനവിധി തേടുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതേപോലെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, അതെല്ലാം വെച്ച് ഈ പ്രാവശ്യം നല്ല ഒരു പിന്തുണയാണ് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്കുണ്ടാകുന്നത്. ഭർത്താവ് കുഞ്ഞുമോൻ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മണിയാശാന്റെ 2ാമത്തെ മകളുമായ സുമാ സുരേന്ദ്രൻ ഇത്തവണ മത്സര രംഗത്തില്ല. കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് ജനങ്ങൾ ഇനിയും അവസരം നൽകുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രിപുത്രി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡായ പൊന്മുടിയിൽ ഇത്തവണയും കോൺഗ്രസ് വിമത മത്സരരംഗത്ത്. സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചു എന്നാരോപിച്ചാണ് പൊന്മുടി വാർഡിൽ കോൺഗ്രസ് നേതാവ് മേഴ്സി ജോസ് വിമതയായി മത്സരിക്കുന്നത്. അനീഷ് മൈലക്കുഴിയിലാണ് UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. 15 വർഷക്കാലമായി പൊന്മുടി വാർഡിൽ മത്സരിക്കുന്ന മേഴ്സി ജോസിന് കോൺഗ്രസ് സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് ഇക്കുറി വിമതയായി മത്സരരംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ടൈമിലും മേഴ്സി ജോസ് വിമതയായാണ് ഈ വാർഡിൽ മത്സരിച്ച് വിജയിച്ചത്. കഴിഞ്ഞ തവണ പൊന്മുടി വാർഡ് വനിതാ സംവരണമായിരുന്നു. എന്നാൽ ഇക്കുറി ജനറൽ സീറ്റാണ്. കോൺഗ്രസ് നേതൃത്വം ആദ്യം മേഴ്സി ജോസിനോട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുവാൻ ആവശ്യപ്പെട്ടുവെന്നും നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം മത്സര രംഗത്ത് നിന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഇക്കുറി മത്സര രംഗത്ത് എത്തിയിരിക്കുന്നതെന്ന് മേഴ്സി ജോസ് പറയുന്നു. 22-ാം തീയതി വൈകിട്ട് ഒരു 4 മണിയോടുകൂടി എന്നോട് വിളിച്ച് പറയുന്നു, ഞങ്ങൾ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയാണ് എന്ന്. നമ്മുടെ CK പ്രസാദ് ചേട്ടനാണ് എന്നോട് വിളിച്ച് പറയുന്നത്. എൻ്റെ ഫോണിലേക്ക് വാട്സപ്പിലിട്ട് DCCയുടെ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ അവരുടെ ലെറ്റർ പാഡിൽ എനിക്ക് തരികയും അതിനുശേഷം ഞാൻ ഫ്ലക്സ് അടിക്കുന്നതിന് വേണ്ടി മുരിക്കാശ്ശേരി പോയി ഫ്ലക്സ് അടിക്കാൻ വേണ്ടി അവിടെ കൊടുത്തു. അപ്പോഴാണ് എന്നെ വിളിച്ച് പറയുന്നത്, നിങ്ങൾക്ക് സീറ്റില്ല, സീറ്റ് അടുത്ത ആൾക്ക് കൊടുത്തു എന്ന്. എന്നാൽ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അനീഷ് മൈലക്കുഴിയാണ്. അനീഷ് തന്റെ പ്രചാരണ പരിപാടികൾ 1-ാം ഘട്ടം പൂർത്തിയാക്കി. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുമെന്നും വിമതയെ പിന്തള്ളി ഉയർന്ന ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും അനീഷ് പറയുന്നു. ഈ മത്സരത്തെ തീർച്ചയായിട്ടും എനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള 100% ആത്മവിശ്വാസം എനിക്കുണ്ട്. കാരണം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയും അതുപോലെ തന്നെ അവരുടെ എല്ലാ സഹായവും കൊണ്ടാണ് എനിക്ക് പൊതുപ്രവർത്തന രംഗത്തും ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. വാർഡിൽ 3 സ്ഥാനാർത്ഥിമാർ തമ്മിലാണ് മത്സരം. LDF സ്ഥാനാർത്ഥിയായി ജെയ്മോൻ ജോസഫാണ് മത്സര രംഗത്തുള്ളത്. മൂന്നാർ ടൗണിൽ വീണ്ടും കാട്ടാനയെത്തി. ഇക്കാനഗർ നിവാസികളുടെ ഉറക്കം കെടുത്തി കാട്ടാനകൾ പുലരുവോളം നിലയുറപ്പിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. പടക്കം പൊട്ടിച്ച് ബഹളം വെച്ചതോടെയാണ് കാട്ടാന പിൻവാങ്ങിയത്. മാസങ്ങൾക്ക് ശേഷം മൂന്നാർ ടൗണിനുള്ളിൽ വീണ്ടും കാട്ടാനയെത്തി. മുമ്പ് ലോക്ക്ഡൌൺ നാളുകളിൽ ആളൊഴിഞ്ഞ സമയത്ത് കാട്ടാനകൾ ടൗണിലെത്തിയിരുന്നെങ്കിലും ഇത്തവണ ടൗൺ സജീവമായിരുന്ന സമയത്ത് തന്നെയാണ് കാട്ടാന എത്തിയത്. ചൊവ്വാഴ്ച രാത്രി 8:45ഓടെയാണ് കാട്ടാന മൂന്നാർ ടൗണിലെത്തിയത്. കുന്നിറങ്ങി മൂന്നാർ നല്ലതണ്ണി ജംഗ്ഷനിലുള്ള പാലത്തിലൂടെ എത്തിയ കാട്ടാന അവിടെയുണ്ടായിരുന്ന പച്ചക്കറിക്കട ആക്രമിക്കുവാൻ ശ്രമിച്ചു. നാട്ടുകാർ ബഹളം വെച്ചതോടെ മടങ്ങുകയായിരുന്നു. പടക്കം പൊട്ടിച്ചും ജനങ്ങൾ സംഘടിച്ചതോടെയാണ് കാട്ടാന പിൻവാങ്ങിയത്. മാസങ്ങൾക്ക് മുമ്പ് തകർത്ത കൊച്ചുകുഞ്ഞിന്റെ പച്ചക്കറിക്കടയിലായിരുന്നു കാട്ടാന വീണ്ടും എത്തിയത്. അതേസമയം ജനവാസ മേഖലയായ ഇക്കാനഗറിലെത്തിയ 2 കാട്ടാനകൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി. ഇക്കാനഗറിൽ S. രാജേന്ദ്രൻ MLAയുടെ വീടിന് സമീപത്തെത്തിയ കാട്ടാനകൾ പുലരുവോളം അവിടെ നിന്ന ശേഷം മടങ്ങിയത്. പ്രദേശത്തുള്ള വാഴകൃഷി കാട്ടാന നശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസവും കാട്ടാന ഇതേ സ്ഥലത്ത് എത്തിയിരുന്നു. കാട്ടാന എത്തുന്നത് പതിവായതോടെ ഇക്കാനഗർ നിവാസികൾ പരിഭ്രാന്തിയിലാണ്. കാട്ടാന വ്യാപകമായി കൃഷിവിളകൾ നശിപ്പിച്ചിട്ടും നഷ്ടപരിഹാരം നൽകാത്ത വനം വകുപ്പ് നടപടിക്കെതിരെ കർഷകൻ നിയമ നടപടികളിലേക്ക്. നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശി MU കുര്യാക്കോസാണ് നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കുന്നത്. കുര്യാക്കോസിന്റെ 3.5 ഏക്കർ സ്ഥലത്തെ കൃഷിവിളകളാണ് കാട്ടാന നശിപ്പിച്ചത്.
കാട്ടാനിറങ്ങി പലവട്ടം കൃഷി നശിപ്പിച്ചിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിനെ തുടർന്നാണ് നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശി MU കുര്യാക്കോസ് വനം വകുപ്പിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. മന്നാങ്കണ്ടം വില്ലേജിൽ 760 തണ്ടപ്പേർ നമ്പറിലുള്ള 3.5 ഏക്കർ കൃഷിഭൂമിയിൽ കാട്ടാന ഇറങ്ങി 2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയതിനെതിരെയാണ് അഭിഭാഷകനായ കുഞ്ചാപ്പി ഈശോ റേഞ്ച് വഴി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഞാൻ ഇടുക്കി ജില്ലയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ അടിമാലി വില്ലേജിൽ, അതായത് മന്നാങ്കണ്ടം വില്ലേജിൽ കാഞ്ഞിരവേലി പ്രദേശത്ത് ഉള്ളൊരു കൃഷിക്കാരനാണ്. കൃഷി മാത്രം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് 2 മക്കളും ഭാര്യയും ഉള്ളതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പോലും കൃഷിയിൽ നിന്നുള്ള ആദായം കൊണ്ട് ഇപ്പോൾ നടക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. കാട്ടാന കഴിഞ്ഞ 2 തവണയായിട്ട് എൻ്റെ പറമ്പിൽ കയറി കൃഷി നശിപ്പിക്കുകയും ഏതാണ്ട് ഒരു 4 ലക്ഷം രൂപയുടെ അടുത്തുള്ള കൃഷി എന്നെ നശിപ്പിച്ചു. പക്ഷേ ആദ്യത്തെ തവണ കൃഷി നശിപ്പിച്ച വാഴകളെല്ലാം, വാഴയും കൊക്കോയും ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി കൃഷിഭവനിൽ സമീപിക്കുകയും കൃഷി ഓഫീസർ വന്നിട്ട് യഥാർത്ഥ നഷ്ടത്തിൻ്റെ 1/3 പോലും നഷ്ടം രേഖപ്പെടുത്തിയില്ല. കുര്യാക്കോസിന്റെ ഉടമസ്ഥയിലുള്ള 3.5 ഏക്കർ ഭൂമിയിൽ 2 തവണകളായി കാട്ടാന ഇറങ്ങി കൃഷിദേഹണ്ഡങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു. കൃഷിവകുപ്പ് സ്ഥലം സന്ദർശിച്ച് നഷ്ടം സംഭവിച്ചതിന്റെ 10% പോലും കണക്കാക്കാതെ ദേഹണ്ഡ വില 2 ലക്ഷം രൂപ കണക്കാക്കി. ഇതുപ്രകാരം കൃഷിനാശത്തിന് വനം വകുപ്പിനെ സമീപിച്ചെങ്കിലും വെറും 7000 രൂപ മാത്രമാണ് കുര്യാക്കോസിന് അനുവദിച്ചത്. റേഞ്ച് ഓഫീസറും ഫോറസ്റ്ററും ഡെപ്യൂട്ടി റേഞ്ചറും ഗാർഡന്മാരും എല്ലാം വന്ന് സ്ഥലം സന്ദർശിക്കുകയും നഷ്ടപ്പെട്ടു പോയ സർവ്വ സാധനങ്ങളും അവർ കണ്ടു ബോധ്യപ്പെടുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ നഷ്ടപരിഹാരം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു പോയി. രണ്ടാമത് ഒരു 6-ാം മാസത്തിലാണെന്ന് തോന്നുന്നു ആന ഒന്ന് പറമ്പിൽ കയറുകയും 1,16,000 രൂപയുടെ നഷ്ടം. അതും ഇതുപോലെ തന്നെ കൃഷി ഓഫീസർ വന്ന് സർട്ടിഫൈ ചെയ്തു. ഈ കൃഷി ഓഫീസർ തന്ന നഷ്ടമാണ് ഈ 1,16,050 രൂപ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 3 ഇരട്ടി നഷ്ടം എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ആയതിന് നാമമാത്രമായ തുക, കൂലിച്ചെലവ് പോലും, നമ്മൾ വയ്ക്കുന്ന തെങ്ങിനോ അല്ലെങ്കിൽ വാഴയ്ക്കോ കൂലിച്ചെലവ് പോലുമുള്ള നഷ്ടത്തുക കൃഷിഭവനിൽ നിന്ന് നമുക്ക് അനുവദിച്ചില്ല. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന നാശനഷ്ടത്തിന് ഉത്തരവാദികൾ വനം വകുപ്പാണ്. വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കേണ്ടതും വനം വകുപ്പാണെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതേസമയം വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന നാശനഷ്ടത്തിന് വനം വകുപ്പ് യാതൊരു നഷ്ടപരിഹാരം നൽകാത്ത സാഹചര്യത്തിലാണ് കുര്യാക്കോസിന്റെ നിയമ നടപടി. പ്രകൃതി മനോഹരമായ പാൽക്കുളം മേട് സന്ദർശിക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ സഞ്ചാരികൾ പ്രദേശത്തെ കൈവിട്ടു. കൊക്കരക്കുളം ചെമ്പകപ്പാറയിലൂടെ പാൽക്കുളം മേട്ടിലേക്ക് റോഡുണ്ടെങ്കിലും സഞ്ചാരയോഗ്യമല്ല. 100ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശം കൂടിയാണ് കൊക്കരംകുളം ചെമ്പകപ്പാറ മേഖല. 60 വർഷമായി ജനങ്ങൾ അധിവസിക്കുന്ന ഈ മേഖലയിലെ ഏക പൊതുവഴിയും ഈ റോഡ് തന്നെയാണ്. എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ ജനപ്രതിനിധികളെ സമീപിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് പാൽക്കുളമ്മയുടെ ഇക്കോ ടൂറിസം പദ്ധതിയിലേക്ക് പോകുന്ന വഴിയാണ്. കാലങ്ങൾക്ക് മുൻപേ നമ്മുടെ ഫെസ്റ്റ് നടന്നത്, പാൽക്കുളത്ത് വെച്ച് ഫെസ്റ്റ് നടന്നിരുന്നു. ഇതിലെ അനവധി ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പോർച്ച് ഈ വഴി അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് തുറന്ന് ഇതിനെ നല്ല രീതിയിലുള്ള ഒരു സഞ്ചാരയോഗ്യമാക്കി കഴിഞ്ഞാൽ പാൽക്കുളത്ത് നല്ലൊരു ടൂറിസത്തിനുള്ള സാധ്യതകൾ ഉണ്ട്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ വഴി ഉപയോഗിക്കുന്നത്. പാൽക്കുളമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡും ഇതുവഴി തന്നെയാണ് കടന്നുപോകുന്നത്. 100ലധികം കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തിനും ആവശ്യമായ കൊക്കരംകുളം ചെമ്പകപ്പാറ റോഡ് പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പണിമുടക്ക് തൊടുപുഴയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ബാങ്കുകളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല. ബസ് ഗതാഗതവും മുടങ്ങി. UDF കഞ്ഞിക്കുഴി പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഡിസ്ട്രിക്ട് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നീതി മെഡിക്കൽ സ്റ്റോർ ചെറുതോണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വൈസ് പ്രസിഡന്റ് PS സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരത്തിൽ ഫുട്പാത്തുകൾ വ്യാപകമായി കയ്യേറി കച്ചവടം നടത്തുന്നതായി പരാതി. വഴിയോര കച്ചവടത്തിന്റെ മറവിൽ റോഡുകളും കയ്യേറിയിരിക്കുകയാണ്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം നേതാവ് പ്രൊഫസർ കെ.എ. ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്. തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ മടിത്തട്ടിൽ സുഖകരമായ താമസത്തിന് സിനമൺ കൗണ്ടി. ആദം സ്റ്റാർ കോംപ്ലക്സിന് സമീപം കല്യാൺ ജ്വല്ലറിക്ക് എതിർവശം തൊടുപുഴ. റോയൽ എന്നും നിങ്ങളോടൊപ്പം. എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തൊടുപുഴ. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ വിമല കിൻഡർ ഗാർഡനിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള LKG UKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോംസ് കിൻഡർ ഗാർഡൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം. firstcry.com ഇപ്പോൾ തൊടുപുഴയിലും. ബിഗ് സ്റ്റോർ ഫോർ ലിറ്റിൽ വൺസ്. firstcry.com, Affinity Towers, കോതായിക്കുന്ന് ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഫോൺ 8156885656. സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെയും ഈ ജുവൽ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി, JK ജുവൽസ്, ഓപ്പോസിറ്റ് TDM ഷൂ മാർട്ട്, തൊടുപുഴ.